ഹായ് വെൽക്കം ടു ലേണിനു. ബിടെക് ഈസി ട്രിപ്പിളി സ്റ്റുഡൻസിനും ഈ ഈസി അല്ലെങ്കിൽ ട്രിപ്പിളി എൻജിനീയറിംഗ് കംപ്ലീറ്റ് ചെയ്തവർക്കുള്ളൊരു വീഡിയോ ആണ് ഇന്നത്തേത്. സോ നമ്മൾ എൻജിനീയറിംഗ് പഠിച്ചു കഴിഞ്ഞ് നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു ഡ്രീം ആയിരിക്കും ഒരു ജോബ് എന്ന് പറയുന്നത്. സോ ടെക്നിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള ജോബിലേക്ക് പോകുമ്പോൾ നമുക്ക് എന്തായാലും അവിടെ പലതരത്തിലുള്ള എൻട്രൻസ് എക്സാംസ് ഉണ്ടാവും. ഓക്കെ, അല്ലെങ്കിൽ തന്നെ നമ്മൾ എഞ്ചിനീയറിംഗ് 4 വർഷം പഠിച്ചിട്ടുള്ള സബ്ജക്ട്സിനെ കുറിച്ചുള്ള ഒരു തറോ നോളേജ് നമുക്ക് വേണം. ഇനി അതല്ല, നമ്മൾ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് ഇപ്പോൾ ഗേറ്റ് പോലെയുള്ള എക്സാമുകൾ എഴുതുകയാണെങ്കിലും അവിടെയും നമുക്ക് ആ ഒരു സബ്ജക്ട് നോളേജും അതേപോലെ ടെക്നിക്കൽ എക്സാംസിന് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, ഏത് രീതിയിലാണ് ക്വസ്റ്റ്യൻസ് വരിക എന്നുള്ളതൊക്കെ അറിയണം അല്ലേ. അപ്പൊ അതിനു വേണ്ടി നമ്മൾ ബുക്സ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അതായത് ആ ഒരു പഠനം എളുപ്പമാക്കാനും അതേപോലെ തന്നെ എങ്ങനെ അത് പഠിക്കണം അല്ലെങ്കിൽ ഏത് രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് വരും എന്നൊക്കെ അറിയാനായിട്ടാണ് നമ്മൾ ഈ സ്റ്റഡി മെറ്റീരിയൽസ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. അത് ട്രിപ്പിളിക്കാർക്ക് സെപ്പറേറ്റ് ആയിട്ടും ഈസിക്കാർക്ക് സെപ്പറേറ്റ് ആയിട്ടും നമ്മൾ ബുക്ക് ബണ്ടിലായിട്ടാണ് ഇത് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. സോ ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണെങ്കിലും അതല്ല എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് ഇനി എന്തെങ്കിലും ഹയർ സ്റ്റഡീസിന് പോവുക അല്ലെങ്കിൽ ഏതെങ്കിലും ടെക്നിക്കൽ എക്സാംസ്, ഇപ്പോൾ PSC എക്സാം ആയിക്കോട്ടെ, RRBയുടെ എക്സാമോ അല്ലെങ്കിൽ ISRO എക്സാമോ, SSC JE പോലുള്ള പരീക്ഷകൾക്കൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവർക്കാണെങ്കിലും ഗേറ്റ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർക്കാണെങ്കിലും ഒക്കെ യൂസ്ഫുൾ ആവുന്ന ബുക്ക് ബണ്ടിലാണ്. അപ്പൊ ഞാനിതൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അപ്പൊ ഫസ്റ്റ് ഞാൻ കാണിക്കുന്നത് ഈസിയുടെ ബുക്സ് ആണ്, അതായത് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗിന്റെ ബുക്സ് ആണ്. അപ്പൊ ഇതിൽ ടോട്ടൽ നമുക്ക് 8 ബുക്സ് ആണ് വരുന്നത്. അതില് 5 ബുക്സ് MCQ, അതായത് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വരുന്നതാണ്. അത് 4 വോളിയം വരുന്നുണ്ട്. വോളിയം 1, 2, 3, 4 അങ്ങനെ 4 വോളിയം ആയിട്ടാണ് അത് വരുന്നത്. ഓരോന്നായിട്ട് കാണിക്കാം. വോളിയം 1, ദെൻ വോളിയം 2, വോളിയം 3, വോളിയം 4. പിന്നെ ഒരു ബുക്ക് എന്ന് പറയുന്ന PYQ എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള കുറെ ക്വസ്റ്റ്യൻസും അതിന്റെ ആൻസേഴ്സും. ഈ 4 വോളിയത്തിലാണെങ്കിലും ഓരോ ക്വസ്റ്റ്യനും അതിന്റെ ആൻസർ വിത്ത് എക്സ്പ്ലനേഷൻ അഡീഷണൽ പോയിന്റ്സും ആയിട്ടാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, നമ്മൾ കുറെ വർഷങ്ങളായിട്ട് നമ്മൾ ഈ ടെക്നിക്കൽ PSC എക്സാംസിനൊക്കെ കോച്ചിങ് കൊടുക്കുന്നതുകൊണ്ട് പുതിയ പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇതിലൊക്കെ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇത് നമ്മൾ MCQ ബുക്സിന്റെ ഒരു സെറ്റ് ആണ്. ഇനി ഇത് കൂടാതെ നമുക്കൊരു ഹാൻഡ് ബുക്കിന്റെ സെറ്റ് വരുന്നുണ്ട്. ഹാൻഡ് ബുക്കിന്റെ സെറ്റ് എന്ന് പറയുമ്പോൾ ഇതിൽ തിയറി ആണ് വരുന്നത്. അപ്പൊ തിയറി ഇത് 3 വോളിയത്തിലാണ് വരുന്നത്. അപ്പൊ നമ്മൾ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗിൽ നമ്മൾ 4 വർഷം നമ്മൾ പഠിക്കുന്ന കോർ സബ്ജക്ട്സ് എല്ലാം ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. എല്ലാ കോർ സബ്ജക്റ്റും നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഏതൊരു ടെക്നിക്കൽ എക്സാമിനും ചോദിക്കുന്ന എല്ലാ സബ്ജക്റ്റുകളുടെയും തിയറിയാണ് ഇതിൽ വരുന്നത്. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ 4 വർഷം പഠിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം എത്രയോ ടെക്സ്റ്റ് ബുക്കുകൾ വെച്ചിട്ടായിരിക്കും നമ്മൾ റെഫർ ചെയ്ത് പഠിക്കുന്നത്. പക്ഷെ ഇപ്പോൾ ഈ ഒരു 3 ബുക്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാ സബ്ജക്റ്റും ഈസി ആയിട്ട് റെഫർ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ ഈസിയുടെ ബുക്ക് ബണ്ടിൽ എന്ന് പറയുമ്പോൾ ടോട്ടൽ 8 ബുക്സ് ഉണ്ടാവും. 5 ബുക്സ് ഇത് തിയറി, അതേപോലെ തന്നെ 5 ബുക്സ് MCQ, 3 ബുക്ക് ഹാൻഡ് ബുക്ക്, തിയറി ആയിട്ടുള്ള ടോട്ടൽ 8 ബുക്സ്. അപ്പൊ ഇത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് ഓർഡർ ചെയ്യാം. അപ്പോൾ നമ്മളെ കോണ്ടാക്ട് ചെയ്താൽ മതി. ഇപ്പോൾ ബുക്സ് നിങ്ങൾക്ക് നിങ്ങളുടെ ഏത് അഡ്രസ്സിലേക്കാണോ അവിടേക്ക് എത്തിച്ചു തരുന്ന രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അതല്ല നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ പാലക്കാട് ഓഫീസിൽ വരികയാണെങ്കിൽ ഇവിടെ നിന്നും കളക്ട് ചെയ്യാനായിട്ട് സാധിക്കും, സ്റ്റോക്ക് ഉള്ളതിനനുസരിച്ചിട്ട്. അപ്പം അത് ചോദിച്ചിട്ട് വന്നാൽ മതി. ഇനി ഇതേപോലെ തന്നെയാണ് നമുക്ക് ഇലക്ട്രിക്കലിന്റെ ബുക്സും വരുന്നത്. ഇലക്ട്രിക്കലും സെയിം ആയിട്ട് നമ്മൾ 5 സെറ്റ്, 4 വോളിയം, അതുപോലെ ഒരെണ്ണം PYQ ബുക്ക്. അതിൽ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സിന്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള എല്ലാ സബ്ജക്ട്സും നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ദെൻ അതിന്റെയും ഈ പറഞ്ഞ പോലെ ഹാൻഡ് ബുക്ക് 3 വോളിയാണ് വരുന്നത്. ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സിലെ എല്ലാ സബ്ജക്റ്റും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത് നമ്മൾ ഏതെങ്കിലും ടെക്നിക്കൽ PSC പരീക്ഷകൾക്ക് പ്രിപ്പയർ ചെയ്യുന്നവർക്കാണെങ്കിലും, ഇനിയിപ്പോൾ അതല്ല നിങ്ങളിപ്പോൾ BTECന് പഠിക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു സബ്ജക്ട് നോളേജ് പിന്നീട് വേണം, ഇപ്പോൾ ഹയർ സ്റ്റഡീസിന് പോകണം, MTechന് പോകണം, അല്ലെങ്കിൽ ഗേറ്റ് എക്സാമിന് പ്രിപ്പയർ ചെയ്യണം, എല്ലാവർക്കും ഈ ബുക്ക് സെറ്റ് യൂസ്ഫുൾ ആയിരിക്കും. സോ ഇത് നിങ്ങൾക്ക് MCQ ബുക്ക് ബണ്ടിൽ മാത്രമായിട്ടും ഹാൻഡ് ബുക്ക് ബണ്ടിൽ മാത്രമായിട്ടും വേണമെങ്കിൽ പർച്ചേസ് ചെയ്യാം, അല്ലെങ്കിൽ കംപ്ലീറ്റ് ബുക്ക് സെറ്റ് ആയിട്ടും പർച്ചേസ് ചെയ്യാം. അപ്പൊ അതിന്റെ എമൗണ്ടും അതുപോലെ തന്നെ എങ്ങനെയാണ് ഇത് നിങ്ങൾക്ക് കിട്ടുക എന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ അറിയാനായിട്ട്
താഴെ കാണുന്ന നമ്പറിൽ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഒരുപാട് സ്റ്റുഡൻസ് നമ്മൾ ടെക്നിക്കൽ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ഒരുപാട് സ്റ്റുഡൻസ് ഈ ഒരു ബുക്ക് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ കോഴ്സുകളിൽ ജോയിൻ ചെയ്ത സ്റ്റുഡൻസിനൊക്കെ. അപ്പോൾ എല്ലാവർക്കും നല്ല ഒരു ഫീഡ്ബാക്ക് ആണുള്ളത്. ഇപ്പോൾ നമ്മുടെ ഗൂഗിൾ റിവ്യൂ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ബുക്സിന്റെ ഫീഡ്ബാക്ക് അതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ബുക്സ് വേണമെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാം. നല്ലൊരു അസറ്റ് ആയിരിക്കും. അതായത് എഞ്ചിനീയറിംഗിൽ ഈസി അല്ലെങ്കിൽ ട്രിപ്പിളി പഠിക്കുന്ന സ്റ്റുഡൻസിന് ഒരു മസ്റ്റ് ബൈ, അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു അസറ്റ് ആണ് ഈ ബുക്ക് ബണ്ടിൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എത്രയും പെട്ടെന്ന് തന്നെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് ഡീറ്റെയിൽസ് മനസ്സിലാക്കി ബുക്സ് പർച്ചേസ് ചെയ്യാം. താങ്ക് യു.